നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനത്തെ ഉപമിച്ചത് പേമാരിയോടാണ്, മഴയോടാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ നിയോഗിക്കപ്പെട്ട വിജ്ഞാനത്തിന്റെയും സന്മാർഗത്തിന്റെയും ഉപമയെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഇന്ന മതല മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം. ഞാൻ നിയോഗിക്കപ്പെട്ട വിജ്ഞാനത്തിന്റെയും സന്മാർഗത്തിന്റെയും അഥവാ ഹിദായത്തിന്റെയും ഉപമ കമതലി ഗൈദിൻ അസ്വാബ അല്ലാഹ്, ഭൂമിയിൽ പതിച്ച ഒരു പേമാരി പോലെയാണ്, കോരിച്ചൊരിയുന്ന മഴ പോലെയാണ്. ആ മഴയുടെ ഉപമ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഭൂമിയിൽ ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ വിജ്ഞാനം ലഭിച്ചതിനോട്, വിജ്ഞാനം ലഭിച്ച മനസ്സിനോട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഉപമിക്കുകയാണ്. മഴ വർഷിക്കുന്നത്, ആകാശത്ത് നിന്ന് പേമാരി പെയ്യുന്നത് ഭൗമോപരിതലത്തിലാണ്. വിജ്ഞാനം പെയ്തിറങ്ങുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. രണ്ടു തമ്മിൽ ഉപമിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അതിന്റെ ഉദാഹരണം. അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, വിജ്ഞാനവും ഹിദായത്തും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. സന്മാർഗം ലഭിക്കുന്ന വിജ്ഞാനം, അറിവ്, സന്മാർഗം ലഭിക്കാത്ത വിജ്ഞാനം. വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് സന്മാർഗം ലഭിക്കണം. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അതാണ്. വെറും അറിവ് കൊണ്ടൊരു കാര്യവുമില്ല. ഭൗതികമായ അർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്, അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. സന്മാർഗം ലഭിക്കാത്ത, നല്ല സ്വഭാവ ശുദ്ധി ലഭിക്കാത്ത വിജ്ഞാനം അത് വാല്യൂബിൾ അല്ല എന്നാണ്. അദ്ദേഹം എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് നോ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബിൽഡ് എ സൗണ്ട് ക്യാരക്ടർ എന്നാണ്. നല്ല സ്വഭാവ രൂപീകരണത്തിന് സഹായകമല്ലാത്ത വിദ്യാഭ്യാസം അത് മൂല്യമുള്ള വിദ്യാഭ്യാസമല്ല, അത് വാല്യൂബിൾ അല്ല എന്നർത്ഥം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹിദായത്തും വിജ്ഞാനവും അതിന്റെ ഉപമയെന്നാണ്. അത് മഴയാണ്. മഴയും ഇൽമും തമ്മിലുള്ള ഒരു ഉപമയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഉപമകൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നു. ഖുർആനിൽ വല്ലാത്ത ഉപമകൾ പറഞ്ഞിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ മനസ്സിൽ അറിവ് പതിക്കാൻ വേണ്ടി ഉപമകൾ പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞത്, ആ പേമാരി വർഷിക്കുന്നത് ചില ഭൂമി അതിനെ സ്വീകരിക്കും. സ്വീകരിച്ചതിന് ശേഷം നല്ല സസ്യങ്ങളും കൃഷിയും നല്ല ഫലങ്ങളും ഒക്കെ നൽകും. അങ്ങനെയുള്ള ചില ഭൂമികളുണ്ടാകും. എന്നാൽ ചില ഭൂമിയിൽ മഴ പെയ്യും, ആ മഴയെ ശേഖരിച്ചു വെക്കും ആ ഭൂമി. അതിൽ സസ്യങ്ങളൊന്നും ആ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കിണർ, കുളം, തടാകങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിൽ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷി ചെയ്യാനും മൃഗങ്ങൾക്ക് കുടിക്കാനും ഒക്കെ പ്രയോജനപ്രദമായ ഭൂമിയായിരിക്കും ആ വെള്ളം. സ്വന്തത്തിന് ഉപയോഗപ്പെട്ടിട്ടില്ല, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടു. രണ്ടാമത്തെ ഉദാഹരണം അതാണ്. ചില ഭൂമികളുണ്ട് ചെങ്കുത്തനെയുള്ള ഭൂമികൾ. ആ ഭൂമിയിലേക്ക് മഴ പതിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി അതിനെ സ്വീകരിക്കില്ല. അവിടെ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ ശേഖരിച്ചു വെക്കുകയുമില്ല, അത് ഒഴുകിപ്പോകും. അങ്ങനെയുമുണ്ട് ചില ആളുകൾ. വിജ്ഞാനത്തിൻ്റെ ഉപമ ഇങ്ങനെയാണ്. ചിലർക്ക് വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവ് അവരിലേക്ക് ചെന്ന് അവർക്കത് പ്രയോജനപ്പെടും. അതോടൊപ്പം ആ അറിവ് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവനവന് ഉപയോഗപ്പെട്ടു, അവനവന് ഇൽമു കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും.
അതിനാണ് നാഫിയായ ഇൽമു എന്ന് പറയാം. പ്രയോജനപ്രദമായ ഇൽമ എന്ന്. സ്വന്തത്തിന് പ്രയോജനപ്പെട്ടു, കേട്ട കാര്യങ്ങൾ അറിവ് കിട്ടി, ആ അറിവ് കൊണ്ട് അമൽ ചെയ്തു, അതിനെ പ്രാക്ടീസ് ചെയ്തു, അതോടൊപ്പം തന്നെ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ശരിയായ ഹിദായത്തും ശരിയായ ഇൽമും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, നല്ല ബുദ്ധിയും നല്ല വിവരവും നല്ല അറിവ് ശേഖരണവും ഒക്കെ നടക്കും, പക്ഷേ അവർ സ്വന്തത്തിൽ അത് പ്രാക്ടീസ് ചെയ്യൂല, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യൂല. അറിവുണ്ട്, അമലില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അത് സോഷ്യൽ മീഡിയകളിലൂടെയും എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെയായിട്ട് അവർ പറഞ്ഞു കൊടുക്കും. പക്ഷേ സ്വന്തത്തിന് അത് പ്രയോജനപ്പെടില്ല, അവനവന് പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. ചിലരെ ഇൽമ അവർക്കും പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടില്ല. ഇൽമ കരസ്ഥാക്കിയിട്ടുണ്ടാകും, സ്വന്തത്തിൽ അമൽ ചെയ്യില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇതിൽ ഏതാണ് ഏറ്റവും പ്രയോജനപ്രദമായ ഇൽമ? ആദ്യം പറഞ്ഞ ഉപമയാണ് പ്രയോജനപ്രദമായിട്ടുള്ള ഇൽമ. ആ നാഫിയായ ഇൽമ നമുക്ക് കിട്ടണം സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇൽമൻ നാഫിഅ, പ്രയോജനപ്രദമായ വിജ്ഞാനമാണ്, പ്രയോജനപ്രദമായ അറിവാണ്. എനിക്ക് സ്വന്തം പ്രയോജനപ്പെടണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. അങ്ങനെ ഇൽമ ഞാൻ എല്ലാ പ്രഭാതത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ ചെയ്തിരുന്നു. സത്യവിശ്വാസികൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബ, നല്ല ഭക്ഷണം, ത്വയ്യിബായ ഹലാലും ത്വയ്യിബയായ ഹറാമിന്റെ അംശം ഏൽക്കാത്ത ആരോഗ്യത്തിന് ഗുണകരമായ നല്ല റിസ്ഖ്, ഉപജീവന മാർഗം, ഭക്ഷണം, ഇതൊക്കെ നൽകണമേ. വഅമല മുതഖബ്ബല, അമലുകൾ ചെയ്യാറുണ്ട്, പക്ഷേ അത് സ്വീകാര്യമാകണം, അള്ളാഹു ഖബൂൽ ചെയ്യണം, സ്വീകരിക്കണം. ഈ 3 കാര്യങ്ങൾ അതിൽ പ്രധാനമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിഅയ ഇൽമ എനിക്ക് നീ നൽകണമേ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ 114-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് വഖുൽ റബ്ബി സിദ്നി ഇൽമ, നബിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് ഇൽമ നീ വർദ്ധിപ്പിച്ചു നൽകണമേ. അല്ലാഹ്, അറിവ് ഒരിക്കലും നിറയുന്നില്ല. വലാ യഖീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ച വിജ്ഞാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു അളവല്ലാതെ മനുഷ്യർക്ക് ജ്ഞാനം നൽകിയിട്ടില്ല. എല്ലാ ഇൽമും നമുക്ക് ഉപകാരപ്പെടണം, വളരെ ചെറുതേ കിട്ടിയിട്ടുള്ളൂ. ധാരാളമായി അറിവിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. ഒരു വിദ്യാർത്ഥി മരണം വരെ വിദ്യാർത്ഥിയായിരിക്കണം. അവൻ ഏതെങ്കിലും കോഴ്സ് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അല്ല, അത് അറിവ് നേടാനുള്ള ഒരു കഴിവ് അവന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അറിവ് അവസാനിക്കുന്നില്ല, അറിവിന് പ്രായമില്ല, അറിവ് മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കണം. വഹി ലഭിക്കുന്ന, വഹിയിലൂടെ അള്ളാഹു വിജ്ഞാനം പകർന്നു നൽകുന്ന ഭൗമികമായ അറിവ് മാത്രമല്ല, അഭൗമികമായ അദൃശ്യമായ അറിവ് വരെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്ത്? ഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ ഇങ്ങനെ പറയുക, റബ്ബി സിദ്നി ഇൽമ. പ്രവാചകനോട് ഈ കൽപ്പന 40 വയസ്സിന് ശേഷമാണ്. നമ്മുടെ വിദ്യാർത്ഥി ജീവിതം എന്ന് പറഞ്ഞാൽ 40-ന് മുമ്പല്ലേ? ഏകദേശം 25 വയസ്സാകുന്നതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നില്ലേ? അവസാനിക്കാൻ പാടില്ല. വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലും മരണം വരെ സക്കറാത്തിന്റെ സമയത്തും ജ്ഞാനത്തോടുള്ള അദമ്യമായ തൃഷ്ണ, ആഗ്രഹം അതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇൽമിനോടുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴേ ചോദ്യം ഉണ്ടാകുള്ളൂ. ആഗ്രഹിക്കുന്നതല്ലേ ചോദിക്കുള്ളൂ. ദാഹം കുറവാണെങ്കിൽ നമുക്ക് ഇന്ന് വിശപ്പ് കുറവാണ്. ഏത് വിശപ്പ്? ജ്ഞാനത്തോടുള്ള വിശപ്പ്, അറിവിനോടുള്ള തൃഷ്ണ, ആഗ്രഹം,
ആ വിശപ്പും ദാഹവും കുറഞ്ഞു വന്നതുകൊണ്ട് തന്നെ അറിവിനെതിരെ നമ്മുടെ മനസ്സിന്റെ കവാടങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിന്റെ കവാടങ്ങൾ തുറന്നു വെക്കണം. അപ്പോൾ ഇൽമ് കിട്ടണമെന്നുള്ള ആഗ്രഹം വരും, തേട്ടം വരും, തേടിപ്പോകും. തേട്ടമുണ്ടാകണം, അറിവ് തേടിപ്പോകണം. അറിവ് തേടിപ്പോകണം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമ. ഇൽമ് തേടൽ, മതവിദ്യ തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ത്വലബുൽ ഇൽമി ഫരീള, ഫർള അലാ കുല്ലി മുസ്ലിം. ആർക്കെങ്കിലും റിസർവ് ചെയ്യപ്പെട്ടതല്ല മതവിദ്യാഭ്യാസം. ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട ഒരു ആളുകൾക്കുള്ളതല്ല മതവിദ്യാഭ്യാസം. അത് എല്ലാ മുസ്ലിമിനുമുള്ളതാണ്, എല്ലാ മുഅ്മിനിനുമുള്ളതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അത് അക്കാഡമിക് തലത്തിലുള്ള ബിരുദങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല. അത് എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കണം. അത് വലിയ അമലാണ് കേട്ടോ, വലിയ ഇബാദത്താണ്, വലിയ ആരാധനയാണ് വിജ്ഞാനം തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ധരിക്കുന്ന ഹദീസ് റവാഹു അബൂ ദാവൂദ് വതിർമിദി, സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം തേടിക്കൊണ്ടുള്ള ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, മതവിദ്യാർത്ഥികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളൻ ബിമാ സനഅ. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കാരണം അതിൽ സംതൃപ്തരായിക്കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ്, താഴ്ത്തി കൊടുക്കുന്നതാണ്. ആർക്ക്? മതവിദ്യാർത്ഥിക്ക്. മതം തേടിക്കൊണ്ട്, അറിവ് തേടിക്കൊണ്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന് വിചാരിക്കരുത്. മുതിർന്നവർക്കും അവരെല്ലാവരും ത്വാലിബുൽ ഇൽമാണ്. വാർദ്ധക്യത്തിലും ഒരാൾക്കൊരു വിദ്യാർത്ഥിയാകാം, ത്വാലിബുൽ ഇൽമാവാം. ഇനി അറിവ് നേടി, അറിവ് കിട്ടിക്കഴിഞ്ഞാലോ അറിവുള്ളവന് വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഹത്തൽ ഹീതാനു ഫിൽ മാ. ഒരു ജ്ഞാനിക്ക്, അറിവുള്ളവന് ആകാശഭൂമിയിലുള്ളവരെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.